നമ്മള് മുളകാ ബജ്ജി എടുത്ത് കഴിച്ചു തുടങ്ങിയില്ല, അപ്പഴത്തേക്ക് മുളകാ ബജ്ജി നിർത്താൻ പറ്റുന്നില്ലടാ. ഈ സാധനം ചൂടാണ്. ഈ ആക്രിപ്പഴം താരത്തിന് മനസ്സിലാവണ്ടേ? മസാലയാ? മസാല ഇഷ്ടമില്ല. മസാല ഇഷ്ടമില്ല. അത് നല്ല ചൂടുണ്ട്. ചായ ചായ കടി താത്ത. ഓ അശ്വിന് എന്തോ കാര്യമായിട്ട് മേടിച്ചിട്ടുണ്ടല്ലോ. അശ്വിനെ കാര്യമായിട്ട് മേടിച്ചു. ആ എന്താ മേടിച്ച സംഭവം? ഇതിന് 280 പറഞ്ഞു. അവസാനം 230 ഉറപ്പിച്ചു. 230 ഉറപ്പിച്ച്. 230 നമ്മൾ ഓഫർ ഉറപ്പിച്ചു. അമ്പ ഇഷ്ടപ്പെട്ടു അല്ലേ? അമ്മ ഇഷ്ടപ്പെട്ടു. നമ്മൾ വീടിന്റെ പണിയെടുക്കുന്നുണ്ട്. പണി കഴിഞ്ഞാ തൂക്കും. അതേ ബോക്സിലോട്ടേക്കല്ലേ? എനിക്ക് നേരത്തെ വട കഴിച്ചിട്ട് എന്തൊക്കെയാ അതിന്റെ വയറ്. പ്രശ്നമില്ല കേട്ടോ. നിനക്കൊന്നും പ്രശ്നമുണ്ടോ? പൈസ കൊടുക്ക്. ഈ സംഭവല്ലേ എല്ലാരും കേട്ടോ ഇവളവാക്കിയ സാധനം. സർപ്രൈസ്. ഇനിയിപ്പോ പറഞ്ഞു കേട്ടോ. പറഞ്ഞു അതെ വീഡിയോയില് പറഞ്ഞ പൈസ ഉറപ്പായിട്ടും കൊടുക്കാം. ഉറപ്പായിട്ടും കൊടുക്കാം. അത് എങ്ങനെയാണോ? അല്ല അങ്ങനെ തന്നെ നമ്മുടെ നിയമം. 230 എടാ എന്നാലും 30 രൂപ ലാഭല്ല. 30, 70, 50. പൈസ പ്രശ്നമില്ല. നീല കൊടുക്കുന്നത് അത് ചില സമയത്ത് മാത്രമേ നമുക്ക് പ്രശ്നമില്ല. ഫുൾ ടൈം പ്രശ്നമില്ല. കൊടുക്കാറില്ല പൈസ. അടിപൊളി ആണ്. കടയിൽ നിന്ന് സാധനം മേടിച്ചു അശ്വിൻ. ഇനി വേറെന്ത് ചെയ്യും? ദൂരേക്ക് വരുന്നുണ്ടെങ്കിൽ ഇതാണ് ലൊക്കേഷൻ. ഹോട്ടൽ അവിടെ കറക്റ്റ് ലൊക്കേഷൻ അതിന്റെ. ഓക്കെ. ദേവരാജൻ മാർക്കറ്റിന് അങ്ങോട്ട് വന്നത് ഇതാ ഹോട്ടല്. അങ്ങനെ നമ്മളിന്ന് രാവിലെ മൈസൂരെത്തി. ഹോട്ടലിൽ ഫുഡ് കഴിച്ചു. നമ്മളെങ്ങോട്ട് പോകുന്നു? എന്ത് പള്ളിയില് കുമ്പസരിക്കാൻ കൊണ്ട് പോയി. കൊറേ പാവല് കുട്ടിയാ ഇല്ലാണ്ടാക്കണം. അതുകൊണ്ട് നമ്മൾ നേരെ ചർച്ചിലേക്ക് പോകും. നമ്മളെ മെയിൻ ഫോട്ടോഗ്രാഫർ നോക്ക്. പത്തനംതിട്ട കോളേജിന്റെ മെയിൻ കോളേജ് ആയിരിക്കും. സ്കൂളാണ് കോളേജ് അറിയില്ല. പക്ഷെ മെയിൻ ഫോട്ടോഗ്രാഫർ ഉണ്ട്. നമ്മളെ കണ്ണൂര് പയ്യന്നൂരിലെ ഇവൻ മെയിനായിട്ട് ഫോട്ടോ എടുത്തു. ഇത്ര ആളെ ഒന്നും പറയണ്ട. ടെൻഷനൊന്നുമില്ല. എന്നാലൊരു പള്ളീൻ്റെ ഉള്ളിൽ വരുന്നത്. ഞാൻ വാങ്ങാത് 10 രൂപ 0 പൈസ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 0 പൈസ. 8 രൂപക്ക് മുതലാവൂലേ? അത് ചവച്ച് നമ്മൾ ഇന്നുണ്ടേ. ഈ ചവച്ചുന്നുണ്ടേ എന്ത് പറയുന്നു? മനസ്സിപ്പിച്ചില്ല ഭായി. കച്ചവടം ചെയ്യണം ഭായി. ഇത്ര വ്യക്തി തീർക്കണം ഭായി. പൊളിച്ച് ഓപ്പൺ ചെയ്ത് തരുന്നു ഭായി. വായിലിട്ട് ചവച്ചുന്നുണ്ട്. 0 പൈസക്കാണ് വാങ്ങും. വേണ്ട അല്ലെങ്കിൽ ഇല്ലേ വേണ്ട. 5 രൂപ ഭായി. ലാസ്റ്റ് 0 പൈസക്കാണ് എടുക്കും. അല്ലേ വേണ്ട. 50 പൈസ ലാഭമുള്ളു ഭായി. 50 പൈസ ലാഭം ഉണ്ടെങ്കിൽ വേണ്ട. മരുന്ന് നീ തിന്നണ്ട. മലയാളി കച്ചറ ഭായി. മൈസൂര് വന്നിട്ട് കുതിരപ്പുറത്ത് ഒരാഗ്രഹം ഒന്നും നോക്കില്ല. കുതിരകള് വാങ്ങി. അത് കരഞ്ഞ് കാല് പിടിച്ചിട്ട് 700 രൂപ സെറ്റപ്പാക്കി. കൂടുതലാണോ കുറവാണോ അറിയില്ല. ശരത്തിന്റെ 700 രൂപ പോന്നാണ് ഈ കാണുന്നത്. ഗൈസ് ഇതാ പോകുന്ന കുതിര വണ്ടി ഉണ്ടോ? ശരത്തെ ഹാപ്പി അല്ലടാ? തീർത്താ മതി. അതാണ് ചിപ്പിന്റെ ആഗ്രഹമോ ശരത്തിന്റെ ആഗ്രഹവും. ഓ മൈസൂരെ കൂടെ ഇങ്ങനെ യാത്ര. സോറി കാലൊക്കെ പറ്റാറ്. രാജാവിൻ റാണി എപ്പക്കം. ഇതാണ് നമ്മളെ മൈസൂർ മാർക്കറ്റ്. ഇതിങ്ങനെ ഇതിന്റെ സൈഡിൽ മൊത്തം ഫ്രൂട്ട്സ് ആയിരിക്കും. ഇതിന്റെ അപ്പുറം വേറെ തന്നെ ഫ്രൂട്ട്സ് അല്ലാണ്ട് വേറെ ഗാഡ്ജറ്റ്സ് ആയിരിക്കും. പിന്നെ ഒരു സൈഡ് ബാഗ് ആയിരിക്കും. അങ്ങനെ ഒന്നിന് മാത്രമായിട്ട് ഭയങ്കരം, അതായത് എന്താ പറയാ, ഒരു സാധനത്തിന് മാത്രമായിട്ട് ഒരു മാർക്കറ്റ് വിൽക്കാൻ വേണ്ടിട്ട് പുറത്തുനിന്ന് ഒരാളായിരിക്കും നമ്മള്. ചിപ്പ് ഇതൊക്കെ അനുഭവിക്കൂട്ടോ.
ഇതാണ് ഗുരു സ്വീറ്റ്സ് മാർട്ട്. എടുത്തിട്ട് വായിലിടുമ്പോന്നില്ലേ അലിഞ്ഞു പോവും, അത്രയ്ക്ക് ടേസ്റ്റ്. മോനെ ഇതേപോലത്തെ മൈസൂർ പാക്ക് കഴിച്ചില്ല ഞാൻ ഇതുവരെ. നീ കഴിച്ചില്ല? പാലിന്റെയും ഒരു ടേസ്റ്റ് ഉണ്ട്, ആ നെയ്യിന്റെ. കൈ നക്ക് ചേർത്തേ. ഇവരെല്ലാം വാങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഇതാ ഇവരെ ചാമ്പ്യാ മതി. അല്ലടാ ഇത് തീരുവോ? ക്യാഷ് ഓൺലി മാത്രമാണ്. ഇതിൻ്റെ ഇപ്പുറം തന്നെ വരുന്നുണ്ട്. ഇവിടെ ഗൂഗിൾ പേ കിട്ടും. അങ്ങനെ എല്ലാ സാധനവും വാങ്ങി പോക്കായി. കണ്ട എല്ലാവരും ഓരോ സാധനമുണ്ട്. അയ്യോ പണിപാളി ഗായ്സ്, ഇവിടുന്ന് അങ്ങോട്ട് ബസ്സില്ല. ആ പെട്ടു ഗായ്സ്, വിരാജ്പേട്ട് ബസ്സില്ല. ഇനിയിപ്പൊ പഴങ്കി ജീവിച്ചു പോവാ. എന്താ വാങ്ങുന്നത്? എന്താ വാങ്ങുന്നത്? രണ്ട് പഴമണിക്ക് രാത്രി പട്ടണ അല്ലെങ്കിൽ ഇതാണ് ട്രിപ്പ്. ആ വിരാജ്പേട്ട് മുമ്പി. യാത്ര എന്ന് പറയുമ്പോ എന്താണ് കാരണം അത് മനസ്സിലായി. വെറുതെ അല്ല അതിന്റെ സംഭവം ഒന്നുമില്ല. വിരാജ്പേട്ടിൽ നിന്ന് ഇനി രാവിലെ 6 മണിക്ക് മാത്രമേ ബസ്സുള്ളൂ. അപ്പം ഇനി രാവിലെ നമുക്കിടുന്ന് പോകാൻ പറ്റൂ. അതൊന്നെല്ലാം നോക്കി അടിച്ച് കട്ടായിട്ട് ഉറക്കപ്പിച്ചിന്. ഓ നീ ഇവരെ ശ്രദ്ധിക്കണ്ടേ, കണ്ടത് വടിക്ക്. നീ പണിയെടുക്കും വീട്ടിൽ പോയി വല്ലതും പോലെ. നമ്മൾ റൂം തപ്പി അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാരും ഉണ്ട്, ഒന്നിനും മിസ്സില്ല. 1 2 3 4 5 6 7 8 ഞാൻ അടക്കം 9. എടാ ഇന്ന് സംഭവം അല്ലേ, എന്തൊരു ഓറഞ്ച് കളറല്ലേ മൊത്തം. ഹംപിയൊക്കെ കഴിഞ്ഞ് ഇപ്പോതാ ഹംപി പോയ കണ്ടം വഴി പോകുന്നു. നമ്മളങ്ങനെ പല പല ട്രാപ്പുകളുടെയും പല പല ദുരന്ത നിമിഷങ്ങളുടെയും. നീ ഇങ്ങോട്ട് നോക്കി, ഇവിടെ നമുക്കൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഇങ്ങോട്ട് നോക്കിയിട്ട് ദുരന്ത മുഖങ്ങളുടെയും കടന്നു വന്ന് ഇപ്പോൾ കണ്ടത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവള് ബുദ്ധം വാങ്ങിയോണ്ട് എനിക്ക് തോന്നുന്നു. ബുദ്ധം വാങ്ങിയതിനെ പിന്നെ ഒന്നും പറയണ്ട, ദുരന്തം തന്നെ. വീട്ടിൽ കയറ്റുന്ന പ്രശ്നം അറിയോ? എന്താ? അച്ഛൻ പോയി, അച്ഛൻ നഷ്ടപ്പെട്ടു. എടുത്ത് മീൻ നോക്കിയേ. എടാ മീൻ നോക്കിയാടാ. മാൻഡ്രാക്ക് നീയാ. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇനി അടുത്ത വ്ളോഗായിട്ട് പിന്നെ കാണാം. ബൈ.